ഹായ് ഓൾ, വെൽക്കം ടു ഈസി കുക്കിങ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വെജിറ്റബിൾ ബിരിയാണിയുടേതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേ ബിരിയാണി ഉണ്ടാക്കാനുള്ള കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായതിനു ശേഷം ഇതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 2 സവാള നീളത്തിനരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിൽ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതിയാകും. സവാളയ്ക്ക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ 4 അല്ലി വെളുത്തുള്ളി എന്നിവയാണ്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങ്, 4-5 ബീൻസ്, പിന്നെ 2 വലിയ ക്യാരറ്റ് എന്നിവയാണ്. ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കണം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. തക്കാളിയും കൂടി ചേർത്ത് എല്ലാം ഒന്ന് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. എല്ലാം പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ചേർക്കാം. അതിന് 1/4 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി അരിയാണ്. അരി എടുത്ത അതേ സെയിം ഗ്ലാസ്സിന് തന്നെ 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്ത് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് വേവിച്ചെടുക്കാം. എല്ലാം മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് 1 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചാൽ മതിയാകും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. And see you in next video. Bye bye. Take care.